Good morning. Good morning. Good morning. Trainer എത്തിയല്ലേ മനോജ് സാർ? Good morning. Good morning. Yeah, ഞാനുണ്ട്. Good morning to all. നാറ്റ് കോണിലാണോ മനോജ് സാർ? Sorry. നാറ്റ് കോണിലാണോ ഇക്ക? പോയിട്ടുണ്ടോ? ഇല്ല ഞാൻ ബാംഗ്ലൂർ ഉണ്ട്. അതെ അല്ലേ. Good morning, all of you. Good morning. ഗുഡ് മോർണിംഗ് മാഡം. നിങ്ങൾ വരുന്നോട് കൂടിയാണ് അത് കംപ്ലീറ്റ് ആവുക സദസ്. Thank you. ചന്ദ്രേ Thank, മാഡം. thank you. Thank you. ഒറ്റ ദിവസം മിസ്സായില്ലല്ലോ മാഡം? ചന്ദ്രേ മാഡം. രണ്ട് ദിവസം മിസ്സായിട്ടുണ്ട്. അതെ അല്ലേ. അതെ അതെ അതെ. അത് സ്ഥലത്തുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പൊ അവിടെ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരി. കുഞ്ഞുമ്മ സാറേ, പറയൂ. എന്തുകൊണ്ടാണ് സ്ഥലത്തില്ലാത്തത് ചോദിച്ചോ? അവരൊരു അഭിനയനേത്രി കൂടിയാണ്. ഒരു സിനിമയുടെ അഭിനയമൊക്കെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ടിംഗ്. അതിലൊരു ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ഷൂട്ടിങ്ങിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ശരി.
സുഭാഷ് ഏട്ടാ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. Good morning to all. The meeting in the connection with the 7 a.m. morning drive is hereby called to order. I request to Zone Coordinator JFM Anas to do welcome speech. Anas sir. A very good morning to all. നമ്മുടെ വിജയകരമായ 26ാം ദിനത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് നമ്മുടെ ഈ 7 AM മോർണിംഗ് ഡ്രൈവ്. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രയത്നിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തുള്ള സോൺ ട്രെയിനർ കൂടിയായിട്ടുള്ള JFM സുഭാഷ് സാറിനെ ഞാൻ ഈ വേദിയിൽ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോൺ ഡയറക്ടർ ട്രെയിനിങ് ഡോക്ടർ ഹിഷാം സാർ എന്ത് പ്രതിസന്ധിയിലും ഈ ഒരു പ്രോഗ്രാമിന് മോർണിംഗ് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം നയിക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ട്രെയിനർ സോൺ ട്രെയിനർ കൂടിയായിട്ടുള്ള ഇന്റർനാഷണൽ ട്രെയിനർ കൂടിയായിട്ടുള്ള ഓതറുമായിട്ടുള്ള JC മനോജ് CT സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് JCI, ബി ബെറ്റർ, എൻജോയ് ദി ജോയ് ഓഫ് JCI. താങ്ക് യു. Thank you JFM Anas sir for a vibrant welcome speech and a warm good morning wishes. Thank you. ഇന്നത്തെ നമുക്ക് ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാ ട്രെയിനിങ് മേഖലയിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രവൃത്തികൾ കാഴ്ചവെച്ച മനോജ് സാറാണ്. JCI ഇന്ത്യയുടെ ട്രെയിനിങ് മേഖലയിലെ ഉയർന്ന ഇതിലുള്ള ഓതർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ഈ പ്രോഗ്രാം സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇതാക്കുന്നു. സർ, the 7 AM morning drive, floor for you. Good morning. Thank you so much, Chairman Subhash, Anas, Dr. Hisham, and all of you have joined early morning. Good to see all of you. ഞാൻ 1992 JC ജൂനിയർ JC ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ദിസ് മൈ 31st year ആസ് എ JC ആൻഡ് ഇങ്ങനൊരു ഓസ്പീഷ്യസ് ഒക്കേഷനിൽ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പലർക്കും എന്നെ അറിയില്ല, കാരണം ഞാൻ കേരള ബേസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂരിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പാലക്കാടിന്റെ മെമ്പർ ആണെങ്കിലും എൻ്റെ വർക്ക് ലൊക്കേഷൻ ബാംഗ്ലൂരാണ് കാലങ്ങളായിട്ട്. ഇപ്രാവശ്യത്തെ ഐക്കോണിക് ട്രെയിനർ ആയിരുന്നു, ഓത്തർ ആയിരുന്നു. 2004 സോൺ ട്രെയിനർ ആയതാണ്. സോ ഇറ്റ്സ് an opportunity to come back to the zone, and anytime the zone needs me, I'm more than happy to come back and do a session. So thank you so much, Dr. Hisham and Varsha, for reaching out and calling me for this. ഇതൊരു വല്ലാത്തൊരു രസകരമായ ഒരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നിയത്. സോ ഫസ്റ്റ് ടൈം ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 20-minute സെഷൻസ് ഏർലി മോർണിംഗ്. കാരണം പലരും ജോലിക്ക് പോകുന്ന സമയമാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയമാണ്. അപ്പൊ തന്നെ ഒരു ട്രെയിനിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് സാധനമായിട്ട് തോന്നി. അതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ഷെയർ മൈ തോട്ട്. സോ മൈ ടോപ്പിക് ഈസ് ഓൺ ടീം ട്രയംഫ്. ഞാൻ 1996 ജോലി ചെയ്തു തുടങ്ങുന്നത്. 98 ഞാൻ ആദ്യമായിട്ടൊരു ടീം മാനേജർ ആവുന്നത്, ഒരു ടീമിനെ സ്വന്തമായിട്ട് കിട്ടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പലതരത്തിലുള്ള ടീമുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കുറച്ചെങ്കിലും പേര് ക്യാമറയിൽ വരാൻ പറ്റിയത് നന്നായിരുന്നു, കാരണം കാണുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. രാവിലെ തന്നെ ബ്ലാങ്ക് സ്ക്രീൻസ് എന്നെ അല്പം പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ക്യാമറയിൽ വരാൻ പറ്റുന്നവർ വരിക. സോ ഇറ്റ് ബി an interactive session also. So Team Triumph, welcome to Team Triumph. Thank you for having me here. The first question is, എന്താണ് ഈ ടീം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് എ ടീം? ഇത് ഒരു റെട്ടോറിക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ടീം? പലപ്പോഴും നമ്മൾ കരുതുന്ന ടീം എന്ന് പറയുന്നത്, ഐ ടേക്ക് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 11 പേര് മാത്രമാണോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്? ഓർ ഈസ് ഇറ്റ് എ ബിഗർ എലമെന്റ് ഔട്ട് ദർ? നമ്മൾ മിക്കവാറും കാണുന്നത് ആ 11 പേരെ മാത്രമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന 11 പേര്, അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുന്ന 1-2 പേരെ മാത്രമാണ് നമ്മൾ ക്രിക്കറ്റ് ടീമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിലാണെങ്കിലും സെയിം 11 പേരെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമാണോ ടീം? അതോ അതിലും വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ടീം എന്ന് പറയുന്ന എലമെന്റിനകത്ത്?
എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ യെസ്, ഇറ്റ്സ് എ മച്ച് ലാർജർ എൻറ്റിറ്റി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് 11 പേരുടെ ടീമല്ല. ഡു യു നോ ദാറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സപ്പോർട്ട് സ്റ്റാഫായിട്ട് മാത്രം 19 പേരുണ്ട്, വിച്ച് ഇസ് ബിഗർ ദാൻ ദ ടീം ഇറ്റ്സെൽഫ്. 19 പേരുടെ സപ്പോർട്ട് സ്റ്റാഫ്, അതിന് പുറമേയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, റൈറ്റ് ഫ്രം ദ ഷെഫ് who travels with them to the drivers who travel with them to the massage people who travel with them. ഒരു വലിയൊരു സെറ്റപ്പ് ആണ്. ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്. അപ്പൊ 11 പേര് മാത്രമല്ല ജയിക്കുന്നത്. വെൻ വി സേ ദാറ്റ് വി വേർ ഇൻ ദ സെമി ഫൈനൽസ് ഓഫ് ദ വേൾഡ് കപ്പ്, ഈ 11 പേരെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലും വലിയൊരു സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത്. സോ വെൻ ഐ സേ ദാറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ 11 അല്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ദിസ്. ഈ ഒരു പിക്ചർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ ഒരു പിക്ചർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആരാന്നറിയാവോ അത്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ഒരു പയ്യനാണ്. എന്റെ പേര് രഘു എന്നാണ്. ഈ പയ്യൻ ഇന്ത്യൻ ടീമിന്റെ ത്രോ സ്പെഷ്യലിസ്റ്റ് ആണ്. അതായത് ബോളിംഗ് അല്ല ചെയ്യുന്നത്, ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ത്രോ ചെയ്യുന്ന ഒരു പയ്യനാണ്. ഇവൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇന്ത്യ ന്യൂസിലാൻഡ് കളി നടക്കുമ്പോൾ ബാംഗ്ലൂരിൽ ഭയങ്കരമായിട്ട് അല്പം മഴ നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഭയങ്കര ഡ്യൂ ഉള്ളത് കൊണ്ട് കളിക്കാരുടെ ഷൂവിന്റെ താഴെ മുഴുവൻ ചളി പറ്റി പിടിക്കും. അപ്പൊ ഇവൻ ചെയ്തത് ബൗണ്ടറി റൂപ്പിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് കയ്യിൽ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ഓരോ കളിക്കാരുടെയും കാലിന്റെ ഷൂവിന്റെ താഴെ പറ്റിയിട്ടുള്ള ചളി എടുത്തു കളയുക എന്നുള്ള പണിയായിരുന്നു ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതായിരുന്നു രഘു ചെയ്തുകൊണ്ടിരുന്നത്. രഘു ഇന്ത്യൻ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷെ രഘുവിന് ക്രെഡിറ്റ് ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല, രഘുവിന് ആരും അറിഞ്ഞു എന്ന് വരില്ല. നമ്മൾ ആ കൂടെ അറിയുന്നത് വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയോ ശുഭ്മൻ ഗില്ലിനോ പോലുള്ള ആൾക്കാരെ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സഞ്ജു സാംസണന്മാരുള്ള ആൾക്കാരെ ആയിരിക്കും. ഈ രഘുവിനെ പോലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. പക്ഷെ ടീമിന് അറിയായിരിക്കും, ടീമിലുള്ള ആൾക്കാര് രഘുവിനോടുള്ള ആ ക്രെഡിറ്റ് രഘുവിന് കൊടുക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. സോ ദിസ് ഇസ് ഫോർ മീ, ഇതാണ് എന്റെ ഫസ്റ്റ് കൈൻഡ് ഓഫ് ടീം. ഹൗ ഡു യു ക്രിയേറ്റ് എ ടീം wherein everybody is contributing, not just the 11 players. ഇപ്പൊ നിങ്ങളുടെ ടീം എന്താ? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ടീമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ടീമുണ്ടോ? യെസ് ഓർ നോ? യെസ്. ആ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാർ, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, ട്യൂഷന് പോകുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ആ കുട്ടിയെ ട്യൂഷന് കൊണ്ടുപോയി വിടുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, ഇവരൊക്കെ ആ കുട്ടിയുടെ സക്സസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മൾ പറയും ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, എനിക്കൊരു ടീമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ട്. റൈറ്റ് ഫ്രം യുവർ ഹോം ടു ദ പീപ്പിൾ ഹൂ വർക്ക് വിത്ത് യു, ഇവരെല്ലാവരും നിങ്ങളുടെ സക്സസിന്റെയോ ഫെയിലിയറിന്റെയോ ഘടകമാണ്. ഇതിൽ ഒരാൾ വിചാരിച്ചാൽ മതി നിങ്ങളുടെ സക്സസിനെയോ ഫെയിലിയറിനെയോ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടീം. നോട്ട് ജസ്റ്റ് ദ പ്ലേയിങ് 11. ടീം ഇസ് മച്ച് ബിഗർ ദാൻ ദാറ്റ്. നൗ ഈ ഒരു ടീമിനെ ഒപ്പം കൊണ്ട് നടക്കണമെങ്കിൽ, ഈ ഒരു ടീമിനെ കൊണ്ട് ഒരു സക്സസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, വാട്ട് ആർ ദ തിങ്സ്? ഫോർ മീ, ഐ കോൾ ദം ദ 4 T's. The 4 T's of Team Triumph. ഇതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം. 4 T's of Team Triumph. ഇതിൽ ഫസ്റ്റ് T എന്ന് പറയുന്നത് നമ്മൾ എല്ലാപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ദ ഫസ്റ്റ് T ടു മീ ഇസ് ട്രസ്റ്റ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ, പല JC ട്രെയിനിങ്ങുകളിലും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഫോർ വാണ്ട് ഓഫ് റിപ്പീറ്റേഷൻ ഐ എം അഗൈൻ റിപ്പീറ്റിംഗ് ഇറ്റ്. 2 കുട്ടികൾ കടൽക്കരയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, ചെറിയ കുട്ടികൾ കടലിന്റെ സൈഡിൽ കൂടെ, ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരവിടെ കുറെ ഈ ഷെല്ലുകൾ കണ്ടു. ഷെൽസ് അറിയാമല്ലോ, നമുക്ക് കടലിൽ കാണുന്ന ഷെൽസ്. അത് പെറുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരുടെയും പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ കടൽക്കരയിൽ സ്പെൻഡ് ചെയ്യാം, കിട്ടാവുന്നത്ര ഷെല്ലുകൾ മുഴുവൻ നമുക്ക് പെറുക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺബ്രോക്കൺ ആയിട്ടുള്ള ഷെല്ലുകൾ നമുക്ക് പെറുക്കാം. ഇത് പെറുക്കിയിട്ട് നമ്മളൊരു ബാഗിനകത്ത് ഇടാം. കിട്ടാവുന്നത്രയും പെറുക്കിയിട്ട് ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകണം, അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഈ പെറുക്കി കിട്ടുന്ന ഷെല്ലുകൾ മുഴുവൻ പരസ്പരം കൈമാറും. ഞാൻ കളക്ട് ചെയ്യുന്നു, ആ ഷെല്ലുകൾ മുഴുവൻ ഞാൻ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കുന്നു, അവൾ എനിക്ക് തരുന്നു എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ നടന്നു, വളരെ മനോഹരമായിട്ടുള്ള ഷെല്ലുകൾ അവർക്ക് കടൽക്കരയിൽ നിന്ന് കിട്ടി. ഇതൊക്കെ കളക്ട് ചെയ്ത് ഒരു കുഞ്ഞ് ബാഗിനകത്തിട്ട്, ഏറ്റവും നല്ലത് മാത്രമാണ് അവർ എടുക്കുന്നത്, അതിന് മുഴുവൻ കഴുകിയെടുത്ത് ബാഗിനകത്തിട്ട് കുറച്ച് ഷെല്ലുകൾ, നല്ല മനോഹരമായിട്ടുള്ള ഷെല്ല് അവർക്ക് കിട്ടി. കഴിഞ്ഞു, അവർ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ നേരത്തെ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ആ പെൺകുട്ടി കളക്ട് ചെയ്ത ഷെല്ലുകൾ മുഴുവൻ ആ പയ്യന് കൊടുത്തു, ആ പയ്യൻ കളക്ട് ചെയ്ത ഷെല്ലുകൾ മുഴുവൻ ആ പെൺകുട്ടിക്ക് കൊടുത്തു. പക്ഷെ പയ്യനൊരു പണി പറ്റിച്ചു.
അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഷെല്ല് ആ പെൺകുട്ടി അറിയാണ്ട് അവൻ അവന്റെ പോക്കറ്റിലിട്ടു. അത് അവൻ ആ പെൺകുട്ടിക്ക് കൊടുത്തില്ല. പക്ഷെ പെൺകുട്ടി എല്ലാ ഷെല്ലുകളും അവന് കൊടുത്തു. രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രി ഈ കുട്ടി ഇതിനെയൊക്കെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. ആ പെൺകുട്ടി ആ ഷെല്ലുകളെ നോക്കി സുഖമായിട്ട് ഉറങ്ങി. ഈ പയ്യൻ അതന്നെ ചെയ്തു, പക്ഷെ പയ്യൻ ഉറങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കുറ്റബോധം കൊണ്ടല്ല. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഏറ്റവും മനോഹരമായ ഷെല്ല് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തു വെച്ച പോലെ ആ പെൺകുട്ടിയും ഇതന്നെ എന്നോട് ചെയ്തിട്ടുണ്ടാവൂ എന്നുള്ള ചിന്ത കൊണ്ട് ആ പയ്യൻ ഉറങ്ങാൻ പറ്റിയില്ല. ഇതാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് ആ പെൺകുട്ടിയെ ബാധിച്ചതേ ഇല്ല. കാരണം ആ പെൺകുട്ടി 100% അവനെ ട്രസ്റ്റ് ചെയ്തു. ആ കുട്ടിക്ക് സുഖമായി ഉറങ്ങാൻ പറ്റി. ഈ പയ്യൻ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നത്, ആ കുട്ടി ചെയ്തതുകൊണ്ടല്ല. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു? ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് 50% എന്നൊരു എലമെന്റ് ഇല്ല. നമ്മളിപ്പോ ചോദിക്കുമ്പോൾ പറയും വിശക്കുന്നുണ്ടോ? അല്പം വിശക്കുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? അല്പം ഉറക്കം വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു 30%, 40%, 50% എന്ന് പറഞ്ഞൊരു എലമെന്റ്സ് ഉണ്ട്. ട്രസ്റ്റിന് 50% എലമെന്റ് ഇല്ല. ട്രസ്റ്റ്, ഈതർ യു ട്രസ്റ്റ് ഓർ യു ഡോണ്ട് ട്രസ്റ്റ്. ഡു യു ട്രസ്റ്റ് യുവർ ടീം 100%? ആൾക്കാർ ചോദിക്കും എങ്ങനെ ഞാൻ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അവൻ എന്നെ പറ്റിച്ചാലും. അപ്പോഴാണ് ഞാൻ ആ പയ്യന്റെ കാര്യം ആലോചിക്കുക. അവര് നിങ്ങളെ ഒരുപക്ഷെ 100% ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തോ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ക്യാൻ യു ട്രസ്റ്റ് യുവർ ടീം 100%? ബിക്കോസ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെന്റ് ആണ്. ജസ്റ്റ് വാണ്ട് യു ടു തിങ്ക് ഓവർ ദാറ്റ് സ്റ്റോറി. ആർ യു ദാറ്റ് ബോയ് ഓർ ആർ യു ദാറ്റ് ഗേൾ? ഇഫ് യു ആർ ദാറ്റ് ബോയ്, then believe me, the team is trusting you 100%. നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ട്. Are you there with them? That's the first T on the second T to me is transparency. വളരെ ക്ലോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാറാണ്. ഞാൻ പലരിടത്തും, ഞാൻ ഓൺട്രപ്രണർഷിപ്പ് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. പല ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. വലിയൊരു ടീം ഓഫ് ഓൺട്രപ്രണേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവരുടെ അടുത്തും, നിങ്ങളുടെ ടീമിന് നിങ്ങൾ എന്തുമാത്രം ട്രാൻസ്പാരന്റ് ആണ്? നിങ്ങൾ എന്തുമാത്രം അവരോട് അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പലരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ടീമിന് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിന്റെ കാര്യമോ, നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാര്യമോ, അടുത്ത മാസത്തെ ക്യാഷ് ഫ്ലോന്റെ കാര്യമോ അറിയൂ? അൺഫോർച്ചുനേറ്റ്ലി പല ബിസിനസ്സുകളും അങ്ങനെയല്ല നടക്കും. ഞാൻ വളരെ മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് വർക്ക് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറിൽ ഒരാളായിരുന്നു അയാൾ. കോയമ്പത്തൂർ ബേസ്ഡ് ആയിരുന്നു. അയാളുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു, മനോജ് ഭായി, ഞാൻ ഭയങ്കര എൻ്റെ ടീമുകാർക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവർക്ക് ഞാൻ എന്തിലും കൂടെ കടന്നു, അതുകൊണ്ട് എൻ്റെ ടീം എൻ്റെ ഒപ്പം കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെവിടെയും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാളെന്നെ ഒരു ദിവസം അയാളുടെ ഗോഡൌണിലേക്ക് ഉണ്ട്. അയാളുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളുടെ ടീമിന്റെ കയ്യിൽ ഒരു ബൾബും കൊണ്ടാണ് ഈ ഗോഡൌണിലേക്ക് പോകുന്നത്. അപ്പൊ എന്തിനാ ബൾബ്? എന്തിനാ? താക്കോൽ എനിക്ക് മനസ്സിലാവും, ബൾബ് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, ആ ഗോഡൌണിനകത്ത് പോയി ലൈറ്റ് വരണമെങ്കിൽ ഈ ബൾബ് ഇടണം. തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ബൾബ് മൂരിക്കൊണ്ടാണ് അവർ വരുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ ലെവലിലുള്ള ട്രാൻസ്പാരൻസിയാണ് പുള്ളി കാണിക്കുന്നത്. കാരണം അതിനകത്ത് സാധനം എടുക്കാൻ പോകുന്നവൻ ബൾബ് കൊണ്ട് ഇട്ടാൽ മാത്രമേ അതിനകത്തുള്ള സാധനങ്ങൾ കാണുള്ളൂ, എന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഈ ബൾബും കൊണ്ടുവരണം. പൂട്ടൽ മാത്രമല്ല, 3 താക്കോല് മാത്രമല്ല, ഈ ബൾബ് അടക്കം. ഈ ലെവലിലുള്ള ട്രാൻസ്പാരൻസി ആണോ നിങ്ങളുടെ ടീമിനോട് കാണിക്കുന്നത്? നിങ്ങൾക്ക് അടുത്ത മാസം ശമ്പളം, ഈ കോവിഡ് സമയത്തൊക്കെ ഞങ്ങളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകളിൽ കടന്നുപോയി. എല്ലാ ഓൺട്രപ്രണേഴ്സും ആ ലെവലിൽ കൂടെ കടന്നുപോയിട്ടുണ്ടാവും. ആ ട്രാൻസ്പാരൻസി നിങ്ങൾ അവരോട് കാണിക്കുന്നുണ്ട്. അടുത്ത മാസം ശമ്പളം ഡിലേ ആവുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ട്. അതാണ് ട്രാൻസ്പാരൻസി. അത് ടീമിന് അറിയാൻ പറ്റണം. ടീമിന് അറിഞ്ഞില്ലെങ്കിൽ ടീം നിങ്ങളോടൊപ്പം ഒരിക്കലും സഹകരിക്കില്ല. കാരണം അവരെല്ലാ മാസവും പേടിച്ചിരിക്കുകയായിരിക്കും, പുതുതായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, കാര്യങ്ങൾ വലുതും വരുന്നുണ്ടോ. ഏറ്റവും അധികം ആൾക്കാർ വിട്ടുപോകുന്നത്, ഒരു ഓർഗനൈസേഷനെ വിട്ടുപോകുന്നത് ട്രാൻസ്പാരൻസി ഇല്ലാത്ത സ്റ്റേജിലാണ്. അത് നിങ്ങളൊരു ഡോക്ടറേറ്റ് ക്ലിനിക്ക് നടത്തുന്ന ആളാണെങ്കിലും ശരി, നിങ്ങളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണെങ്കിലും ശരി, നിങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി 100% ട്രാൻസ്പാരന്റ്. That's the second T. എൻ്റെ മൂന്നാമത്തെ T is to talk. പലപ്പോഴും നമ്മുടെ പ്ലാൻസ് നമ്മുടെ മാത്രമാണ്. നമ്മൾ ഈ പ്ലാൻസ് അവരോട് പറയാറില്ല, നമ്മളെ ടീമിനോട് പറയാറില്ല.
Right from your family members to your office staff to the team that you are working with, നിങ്ങളുടെ പ്ലേയിങ് 11 അടക്കമുള്ള എല്ലാവരോടും, നിങ്ങൾക്കൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവർ അടക്കം നിങ്ങളുടെ ടീമിന്റെ മെമ്പറാണ്, അവരോട് വരെ നിങ്ങളുടെ പ്ലാൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. Where do you want to take that organization? What is your personal goal? ഈ വർഷം ഞാൻ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ജനുവരി 1-ാം തീയതി നമ്മളൊക്കെ പുതിയ ഗോൾസ് ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരാണ്. എനിക്കറിയാം പലരും ഗംഭീരമായിട്ടുള്ള ഗോൾസുകൾ ഉണ്ടാക്കുന്നത്, ന്യൂ ഇയർ റെസൊല്യൂഷൻസും ഗോൾസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാത്തെന്നറിയാം? നമ്മുടെ മാത്രം ഗോളായി മാറുകയാണ് പലരും. ഇത് നിങ്ങളുടെ ടീമിന്റെ ഗോളായി മാറുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് ഈ വർഷം 10 കിലോ വെയിറ്റ് കുറയണം. എന്റെ മാത്രം ഗോളാണെങ്കിൽ ഇതിൽ ഒരിക്കലും അച്ചീവ് ചെയ്യത്തില്ല. ഇത് നിങ്ങളുടെ ടീമിന്റെയും കൂടെ ഗോളാണ്. ഞാൻ പറഞ്ഞ എന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഈ വർഷം എന്റെ ഗോൾ 10 കിലോ വെയിറ്റ് കുറയുകയാണെങ്കിൽ 1-ാം തീയതി രാവിലെ നടക്കാൻ പോയില്ലെങ്കിൽ അവർ എന്നെ ഓർമ്മിപ്പിക്കും, 10 കിലോ വെയിറ്റ് കുറയില്ല. ഓക്കെ, എന്റെ ഗോൾ എനിക്ക് ഒരു കാർ മേടിക്കണം എന്നുള്ളതാണ് എന്റെ ഗോൾ. ഇതെന്റെ ടീമിനോട് പറഞ്ഞാൽ ആ ടീം നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യും ഈ കാർ മേടിക്കും. കാർ നിങ്ങളാണ് മേടിക്കുന്നത്, പക്ഷെ there is a team working for you behind it. നിങ്ങളുടെ ഗോൾ ക്യാൻ ബി എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ബട്ട് ഐ വിൽ ടെൽ യു, നിങ്ങൾ ഈ ഗോൾ നിങ്ങളുടെ ടീമിനോട് പറയുകയാണ്, ട്രാൻസ്പാരന്റ് ആയിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ടീമിനോട് നിങ്ങളുടെ ഗോളുകൾ പറയുവാണെങ്കിൽ അവർ നിങ്ങളോടൊപ്പം നിൽക്കും ടു എൻഷുർ ദാറ്റ് ദിസ് ഗോൾ ഇസ് അച്ചീവ്ഡ് ത്രൂ ഔട്ട്. ദിസ് ഇസ് ദ തേർഡ് ടി. ഈ ടി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി റിലേഷൻഷിപ്സ് ഓൾസോ. മിക്കവാറും ഫാമിലി റിലേഷൻഷിപ്സിൽ പറ്റുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവാം, ഇതിനകത്ത് കൗൺസിലേഴ്സ് ഉണ്ടാവാം, മിക്കവാറും ഫാമിലി റിലേഷൻഷിപ്പിനകത്ത് പറ്റുന്ന പ്രശ്നങ്ങൾ ഈ പറയാതിരിക്കുമ്പോഴുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. നമ്മൾ JCകളാണ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് 100,000 ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് പരസ്പരം പറയാതിരിക്കുക. ഒരു ടീം, ഞാൻ എഗെയിൻ പറയുകയാണ്, ഈ ടീം എന്ന് പറയുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ ആണ് ഈ ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ. അവരോട് പോലും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയാറില്ല. എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഒരു പക്ഷേ അതായിരിക്കാം ഏറ്റവും വലിയ ട്രിഗർ പോയിന്റ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നുണ്ടാവും. ഡു യു സേ ഇറ്റ് വിത്ത് ദ സെയിം ട്രാൻസ്പാരൻസി ടു യുവർ ടീം മെമ്പർ ഹൂസ് അറ്റ് ഹോം? സോ പ്ലീസ് ടോക്ക്, പ്ലീസ് ടെൽ യുവർ ടീം മെമ്പർ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്. The last T to me is thank. ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിലുള്ള ഒരു സമൂഹത്തിൽ ഒരാൾക്ക് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ അടുത്തൊരു ഹോട്ടലിൽ പോയി, ഡോർ തുറന്നു തന്നാൽ അടുത്ത് താങ്ക് യു എന്ന് പറഞ്ഞു. അയാൾ ഞെട്ടി എന്നെങ്ങനെ തുറിച്ചു നോക്കുക. ഇന്ന് വരെ ആരും പറയാത്തൊരു സാധനം പോലെ ഉണ്ടായിരുന്നു ആൾക്ക്. കാരണം ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. എന്റെ മോൻ വളരെ ചെറുതായിരുന്നപ്പോ, ഇപ്പൊ 15-year-old ബോയ്, അവൻ വളരെ ചെറുതായിരുന്നപ്പോ സ്കൂൾ ബസ്സിൽ പോവായിരുന്നു. അപ്പൊ ഒരിക്കൽ ഞാൻ സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. PTA മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു എൻ്റെ അടുത്ത്, പ്രിൻസിപ്പലിനെ സാറിനെ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ പൊതുവേ അങ്ങനെ ഒരു കേസിൽ ഒരു പയ്യന്റെ അച്ഛനാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവൻ എന്തോ പണി പറ്റിച്ചു എന്നുള്ളത്. എന്റെ മോനാണെങ്കിൽ ഒരു പഞ്ചഭാവം, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലും പെടാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ പ്രിൻസിപ്പൾ എന്നെ കാണുന്നത്? അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടാവാത്തൊരു സാധനമാണല്ലോ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിനെ കാണാൻ പറ്റും. പ്രിൻസിപ്പളോട് ഞാനിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത്, സാർ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഇവൻ ദിവസവും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ കൊണ്ടുപോയി സ്കൂൾ ബസ് സ്റ്റോപ്പിൽ സ്കൂളിന്റെ അകത്ത് നിർത്തി ഇവരിറങ്ങുവാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവർ ലൈനായിട്ട് പോയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവൻ നേരെ പോയി ഡ്രൈവറിന് അടുത്ത് പോയിട്ട് അങ്കിൾ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഇറങ്ങിപ്പോയി. അപ്പോ ടീച്ചർ പറഞ്ഞു അത് ഭയങ്കര രസമുള്ളൊരു, എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തൊരു സാധനമാണ്. കാരണം ബസ് ഡ്രൈവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാരണം അയാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരു പയ്യൻ, ചെറിയൊരു പയ്യൻ, 1-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് താങ്ക് യു പറയുന്നത് അയാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ ടീച്ചർ പറഞ്ഞു അതല്ല അതിന്റെ ബ്യൂട്ടി. ഓവർ എ പീരിയഡ്, ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ബസ്സിൽ ഓരോ കുട്ടിയും ബസ് ഡ്രൈവറുടെ അടുത്ത് പോയി താങ്ക് യു പറയാൻ തുടങ്ങി. ടീച്ചർ പറഞ്ഞു അത് ഈ കുട്ടികൾ പരസ്പരം കണ്ടുപഠിച്ചതാണ്. സോ ഐ വാണ്ടഡ് ടു താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്. ആ ഒരൊറ്റ സാധനം ആ സ്കൂളിലെ അവന്റെ ബസ്സിലുള്ള എല്ലാ കുട്ടികളിലേക്കും സ്പ്രെഡ് ചെയ്തു. അവരാ ബസ് ഡ്രൈവറുടെ അടുത്തും ആ ബസ്സിലുള്ള ആയരുടെ അടുത്തും താങ്ക് യു പറഞ്ഞു.
രാവിലെ കൊണ്ടുപോകുമ്പോഴും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിടുമ്പോഴും ഇവരെല്ലാവരും താങ്ക് യു പറയാൻ തുടങ്ങി. ഇതിന്റെ ഒരു റിവേഴ്സ് ഇന്റൻഷൻ കൂടിയുണ്ട്. എന്റെ മോൻ ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല. കാരണം ഇതൊരു ചെയിനാണ്. ഇവൻ നിർത്തി കഴിഞ്ഞാലും ബാക്കിയുള്ള കുട്ടികൾ പറയും, വിച്ച് ഓട്ടോമാറ്റിക്കലി മീൻസ് ഹി വിൽ സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. സോ ദിസ് ഇസ് ബിക്കം എ ചെയിൻ, റൈറ്റ്? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയുണ്ടാവും. ഒരു US നേവി പൈലറ്റിനെ കുറിച്ച്. അയാളുടെ പേര് ചാൾസ് പ്ലം എന്നാണ്. ചാർലി പ്ലംബ് അല്ലെങ്കിൽ ചാൾസ് പ്ലംബ് എന്ന് വിളിക്കുന്ന ഒരാളുടെ കഥ കേട്ടിട്ടുണ്ടാവും. ഇയാള് വിയറ്റ്നാം വാറിൽ വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആയിരുന്നു. അയാള് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 74ഓളം സോർട്ടീസ് ചെയ്ത ഒരാള്. 74 മിഷൻ ഒരു നേവി കപ്പൽ എന്ന് വിയറ്റ്നാമിന്റെ മുകളിൽ, നോർത്ത് വിയറ്റ്നാമിന്റെ മുകളിൽ പലതരത്തിലുള്ള മിഷൻസിന് പോയിട്ടുള്ള ഒരാള്. 74 പ്രാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പറന്ന് വന്ന ആള്. അയാളുടെ മിഷൻ കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് മിഷൻ, 4 ദിവസം മുമ്പ് നടക്കുന്ന ലാസ്റ്റ് മിഷൻ, 75ാമത്തെ സോർട്ടിക്ക് അയാൾ പോവാണ്. ആ സോർട്ടിക്ക് അയാൾ പോയി, അയാളുടെ ഫ്ലൈറ്റ് ജെറ്റിൽ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ അവർ വെടിവെച്ചിട്ടു. വിയറ്റ്നാമീസ് സോൾജേഴ്സ് അയാളുടെ ഫ്ലൈറ്റിനെ വെടിവെച്ചിട്ടു. കാട്ടിൽ എവിടെയോ ചെന്ന് കുടുങ്ങി. ഇയാൾ പാരച്യൂട്ടിൽ ഇറങ്ങി. ഇയാളെ അവർ പിടിച്ചു. ഇവരെ പിടിച്ച് അയാളെ 6 വർഷം അയാളെ തടവിലിട്ടു. ടോർച്ചറായിരുന്നു. അയാളെ ഉപദ്രവിക്കാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവിച്ച് ഒരു 8x8 സെല്ലിനകത്താണ് അയാളെ അടച്ചിട്ടിരുന്നത്. സോളിറ്ററി കൺഫൈൻമെന്റിനകത്ത് ഒരു 8x8 സൈസിനുള്ള ഒരു സെല്ലിനകത്ത് വെളിച്ചവും ഒന്നും കാണാത്ത ലെവലിൽ ഇയാളെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. 6 വർഷം കഴിഞ്ഞിട്ടാണ്, യുദ്ധം കഴിഞ്ഞിട്ടാണ് അയാളെ റിലീസ് ചെയ്യുന്നത്. അയാൾ റിലീസ് ചെയ്ത് അമേരിക്കയിൽ വന്നപ്പോൾ അയാൾ ഭയങ്കര വലിയൊരു ഹീറോ ആയി മാറി. കാരണം ഇത്രയും ടോർച്ചർ അനുഭവിച്ച് 75 സോർട്ടീസ് ചെയ്തിട്ടുള്ള ഒരു വാർ ഹീറോ എന്നുള്ള ലെവലിലാണ് ഇയാളെ എല്ലാവരും കാണുന്നത്. ഇയാളെ തിരിച്ചു വന്ന് US ആർമി നേവിയിൽ ജോയിൻ ചെയ്ത് അയാൾ നേവി ക്ലബിലിരുന്ന് അയാളും വൈഫും കൂടെ ഒരു ദിവസം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു നേവി മാൻ നടന്നു വരുവാണ്. നടന്നു വന്നിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു, ആർ യു ചാർലി പ്ലം? ഇയാൾ ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞു, യെസ് ഐ ആം ചാർലി പ്ലം. ഐ ഹവ് ഹേർഡ്. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, സർ ഐ ഹവ് ഹേർഡ് അബൌട്ട് യുവർ വേരിയസ് ദിസ് തിങ്. ഞാനും സാറും ഒരേ കപ്പലിലുണ്ടായിരുന്നു. ഈ സാറ് അന്ന് പോയ സമയത്ത് നമ്മൾ ഒരേ കപ്പലിൽ ഉള്ളവരായിരുന്നു. ഓ, ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. വാട്ട് വാസ് യുവർ ജോബ്? ചോദിച്ചു. അയാൾ പറഞ്ഞു, സർ ഐ വാസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട്. ഞാനാണ് സാറിന്റെ പാരച്യൂട്ടുകൾ എല്ലാ ദിവസവും പാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ എന്ന് പറഞ്ഞു. അത് ചാർലി പ്ലംബിന് വല്ലാത്തൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി. കാരണം ഈ പാരച്യൂട്ട് അന്ന് വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ചാർലി പ്ലം വുഡ് നോട്ട് ഹാവ് ബീൻ അലൈവ്. ചാർലി പ്ലംബ് അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അയാൾ താങ്ക് യു പറഞ്ഞു. അയാൾ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. ഹി റോട്ട് ദിസ് അമേസിംഗ് സ്റ്റോറി കോൾഡ് ഹു പാക്ഡ് യുവർ പാരച്യൂട്ട്. അതൊരു വലിയൊരു മാനേജ്മെന്റ് തിയറി ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നീട്. അതിൽ ചാർലി പ്ലംബ് ചോദിക്കുന്ന ചോദ്യം, നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അയാൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്തില്ല. കാരണം ഈ പയ്യൻ അതേ കപ്പലിലുണ്ടായിരുന്നു, എത്രയോ കാലങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടും ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്തില്ല. ഇവൻ വന്ന് ചാർലി പ്ലംബിനോട് ചോദിക്കുമ്പോൾ പോലും ഇയാളൊരു ഓഫീസർ എന്നുള്ള നിലയിലാണ് ഇവനെ കാണുന്നത്. ഇവൻ വളരെ ജൂനിയർ ആയിട്ടൊരു പയ്യനും ഞാനൊരു ഡെക്കറേറ്റഡ് വാർ വെറ്ററനും എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ചാർലി പ്ലംബ് ചോദിക്കുന്ന ചോദ്യം നമ്മളോടാണ്, ഹൂസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട്? കാരണം എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ആരോ നമ്മുടെ പാരച്യൂട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പലരും നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ചായയോ കാപ്പിയോ പുറകിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോ ഒരാൾ നിങ്ങളുടെ ഭക്ഷണം ചിലപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ആരോ നിങ്ങളുടെ ഡ്രസ്സ് ചിലപ്പോൾ അയൺ ചെയ്തിട്ടുണ്ടോ. കാരണം ഇത് മുഴുവൻ നിങ്ങളുടെ ടീം മെമ്പേഴ്സാണ്. നമ്മൾ സ്കൂളിലേക്ക് കാലങ്ങളോളം പോയപ്പോഴൊക്കെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ചോറ്റുപാത്രത്തിൽ ഭക്ഷണം പൊതിഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഉപ്പ് അല്പം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഉപ്പ് കൂടിപ്പോയി, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. 200 ദിവസത്തിൽ 199 ദിവസം നല്ല ഭക്ഷണം കിട്ടി, ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള 199 days, have you ever thanked her for packing that food for you? Unfortunately no. കാരണം ദാറ്റ് ഇസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. എൻ്റെ അമ്മയുടെ പണിയാണ് രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എനിക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് പൊതിഞ്ഞ് തരിക എന്നുള്ളത് എൻ്റെ അമ്മയുടെ പണിയാണ്. ഈ ബസ്സിൽ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ആ ബസ് ഡ്രൈവറുടെ പണിയാണ്. എന്നെ പഠിപ്പിക്കുക എന്നുള്ളത് ആ ടീച്ചറുടെ പണിയാണ്. ആ മാർക്ക് ഇൻവിജിലേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ടീച്ചറുടെ പണിയാണ്. ഒരു ദിവസം എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറോട് പിണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ ടീച്ചർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നമ്മൾ താങ്ക് ചെയ്യാറുണ്ട്. എപ്പോഴാണെന്നറിയും?
30 വർഷത്തെ റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞു പോയി നമ്മൾ താങ്ക് ചെയ്യാറുണ്ട് ഇവരെ. അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ടീച്ചേഴ്സ് ഡേനകത്ത് താങ്ക് യു ടു ഓൾ മൈ ടീച്ചേഴ്സ്, മദേഴ്സ് ഡേനകത്ത് താങ്ക് യു മൈ മോം എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാറുണ്ട്. ഹസ്ബൻഡിനുള്ള ബർത്ത്ഡേ വിഷസ് ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്താണ് ഇടുന്നത്. ഡു യു ആക്ച്വലി ഐ ടു ഐ, ഫേസ് ടു ഫേസ്, ഹാൻഡ് ടു ഹാൻഡ് താങ്ക് ദം? കാരണം അവരാണ് നിങ്ങളുടെ പാരച്യൂട്ട് ബാക്ക് ചെയ്യുന്നത്. ക്യാൻ വി ടേക്ക് എൻ ഓപ്പർച്യൂണിറ്റി, ഗോ ബാക്ക് ടു ദീസ് പീപ്പിൾ? ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിലുള്ള ഇത്രയും കാലത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ട് നമുക്ക് വേണ്ടി പാരച്യൂട്ടുകൾ ഡെയിലി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് can we go back and thank them? Because that is one small act that can make a great team for you. ഈ പറയുന്ന ആൾക്കാർ പലരായിരിക്കും. നിങ്ങളുടെ വീട്ടില് മറ്റേ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ രാവിലെ പാല് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി രാവിലെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് തരുന്ന ആള്, ഇവരൊക്കെ നിങ്ങളുടെ ടീമിന്റെ പാർട്ടാണ്. ഇവരൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ടീമിന്റെ പാർട്ടാണ്. കാരണം ഇവരൊക്കെ രഘുവിന്റെ ജോലിയാണ് ചെയ്യുന്നത്, ഷൂ ക്ലീൻ ചെയ്യുന്ന ജോലി. ഇവരില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനും പറ്റില്ല. പക്ഷേ വി ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. ക്യാൻ വി സ്റ്റോപ്പ് ടേക്കിംഗ് ദം ഫോർ ഗ്രാൻറ്റഡ്? ബിക്കോസ് ഫോർ മീ ഇതാണ് ഈ 4 ടീയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദം ഓട്ടോമാറ്റിക്കലി ഫോൾ ഇൻ പ്ലേസ്. ഹോട്ടലിൽ ഡോറ് തരുന്ന ആളത്ത് ഓട്ടോയിൽ കൊണ്ട് ഇറക്കുമ്പോൾ ഇറക്കി തന്നതിന് ശേഷം പൈസയ്ക്ക് വേണ്ടി അടികൂടിയാൽ പോലും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു നോക്കിയേ, you will see that smile on his face. ബസ്സിൽ കൊണ്ടേ വിടുമ്പോൾ ആ കണ്ടക്ടർ എടുത്ത് ഡ്രൈവർ എടുത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ താങ്ക് യു പറഞ്ഞു നോക്കിയാൽ you will see the smile on their faces. That is a team that you want to fight for. So for me, these are the 4 T's. The team comprises of these 4 T's. The first one is trusting each other, having transparency to each other, telling each other what you want, and then thanking each other. ഈ 4 സാധനങ്ങൾ വരുവാണെങ്കിൽ you will have a winning team, a team triumph that will achieve. Thank you so much for having me here. My name is Manoj Telakad, and a big thanks to Zone 28, newly formed zone, fantastically doing great things together. Be proud to be part of a JCI organization. 31 വർഷമായിട്ടും JCI ഉള്ള I am me because of this organization, and I thank the organization eternally for giving me this opportunity. Thank you so much. Over to the chairman for the next part. Over to you, Subhash. Thank you. And the contact details are on to anybody who wants to get in touch with me, more than happy to connect. Thank you, Manoj sir. A wonderful session. വളരെ മനോഹരമായിട്ട് ആണ്, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും സോണിന് വേണ്ടിയിട്ടും സാറിന്റെ ആ സെഷന് വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി സാറിന്റെ അടുത്ത് രേഖപ്പെടുത്തുന്നു. ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സർ, ഒരു വണ്ടർഫുൾ സെഷൻ എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥം ഇല്ലെന്നറിയാം. പക്ഷെ റിയലി ഇറ്റ് വാസ് എൻ ഐ ഓപ്പണിംഗ് സെഷൻ. അതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും ശീലിക്കാത്ത, അല്ലെങ്കിൽ എപ്പോഴും ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ. സോ ഇറ്റ്സ് റിയലി എൻ ഐ ഓപ്പണർ. 4 T's നമ്മൾ എപ്പോഴും ഓർക്കുക. 4 T's നമ്മളിൽ ഓരോരുത്തരിലും ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഈ ക്ലാസ്സിലൂടെ, ഈ സെഷനിലൂടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സർ ഫോർ സച്ച് എ വണ്ടർഫുൾ സെഷൻ. Thank you so much, ma'am. Thank you. ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? Yes, good morning. യെസ് മനോജി, ഞാൻ കബീർ റിഫാഹി, JCI തിരൂർ. വളരെ സന്തോഷം. രാവിലെ സോറി, ഞാൻ വീഡിയോ മോഡ് ഓൺ അല്ല, ചെറിയൊരു വേറൊരു രീതിയിലാണ്. ഒരുപാട് ടച്ചിങ് ആയി, ശരിക്കും കണ്ണു നിറഞ്ഞു. പ്രത്യേകിച്ച് ലാസ്റ്റ് ആ ഒരു പോയിന്റ് വന്നപ്പോഴൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ അതില് വളരെ എന്താ പറയാ, ശരിക്കും ലൈഫിലേക്ക് ചേർത്ത് വെക്കാനുള്ള കുറെ കാര്യങ്ങൾ കുറഞ്ഞ സമയത്ത് മനോജി ഷെയർ ചെയ്തു. വളരെ സന്തോഷം. ഹൃദയം തൊട്ടിട്ട് തന്നെ വെരി താങ്ക് യു വെരി മച്ച്. ഇനിയും ഒരുപാട് നല്ല സെഷനുകൾ ഒരുപാട് ആളുകളിലേക്ക് ഇതുപോലെ വെളിച്ചം വീശാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. Thank you so much. Thank you so much. Thank you, Govind.
മനോജ് സർ, ഞാൻ ജയന്തിയാണ്. ഹായ് ജയന്തി. സർ, ഈ സെഷൻ ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ടീം വർക്കിന്റെ ഭാഗമായിട്ട് വരുമ്പോ ഹു ഈസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട് അതിലേക്ക് കണക്ട് ചെയ്തത് അത്രയും നന്നായിട്ട് തോന്നി. നമ്മളെല്ലാരും ഇവിടെ ഒരു പാരച്യൂട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ നമുക്കും ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് കൂടി അതിൽ വരുന്നുണ്ട്. Absolutely. Thank you so much. Thank you, Jayanti. Thank you so much. റഹീമാണ് മണ്ണാർക്കാട്. റഹീം മണ്ണാർക്കാട്, കേൾക്കുന്നുണ്ടോ? ഹായ് റഹീം. ഹായ് ഹായ്. മോർണിംഗ്. എനിക്ക് ഏറ്റവും ടച്ചിങ് ആയത് അവസാനത്തെ പോയിന്റ് ആണ് കേട്ടോ. താങ്ക് യു പറയാം. അതിൽ നിങ്ങളുടെ മോനിങ്ങനെ ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചത്, എത്രത്തോളം ഒരു മോനങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫാദർ എത്രത്തോളം കുട്ടിക്ക് അങ്ങനെ കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എനിവേ, ആ ഒരു ഇൻസിഡന്റില് യു ഡിസേർവ് അപ്രീസിയേഷൻ. ഒരു നല്ലൊരു ക്യാരക്ടർ അതല്ലെങ്കിൽ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുത്തല്ലോ. എനിക്കതാണ് ഏറ്റവും ടച്ചിങ് ആയത്. ബാക്കി പോയിന്റ് ഒക്കെ ഓക്കെ. ഞാൻ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് കേട്ടോ, സ്റ്റോറി അല്ല ഇൻസിഡന്റ് കേട്ടപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ആ ഒരു കുട്ടി പോണോ അല്ലെങ്കിൽ ആ ഒരു ഓരോരുത്തരിലേക്കും അതിങ്ങനെ പോകുന്നതും പിന്നെ അവസാനം പറഞ്ഞത് ഞാൻ മോനെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ട്. കാരണം ആ ഒരു കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ടു യു. ഞാൻ ഈ ഒരു സെഷനെ കുറിച്ചല്ല, ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ മോനിൽ ഉണ്ടാക്കിയത്. താങ്ക് യു ജാബിർ. ഐ തിങ്ക് ഞാൻ പാരന്റിങ്ങില് റഹീം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നെവർ ടെൽ ദം വാട്ട് ടു ഡു, ഷോ ദം വാട്ട് ടു ഡു എന്നുള്ളത്. ഐ തിങ്ക് പാരന്റിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടിപ്പ് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നെവർ ടെൽ ദം വാട്ട് ടു ഡു, ഓൾവേസ് ഷോ ദം വാട്ട് ടു ഡു. ഐ തിങ്ക് അത് കണ്ടു പഠിച്ചോളൂ അവർ തനി. അതില് നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികൾ ഒബേ ചെയ്യല്ല, ഒബ്സർവ് ചെയ്യണമെന്നുള്ളത് അല്ലേ? Absolutely. അതെ അതെ അതെ. Yes. Be a role model. Okay, thanks to all. Chairman, ഒരു ചെറിയ റിക്വസ്റ്റ്, ഒരു പ്രിവിലേജ്. ഐ തിങ്ക് വി ഹാവ് ദ ബർത്ത്ഡേ ബോയ് ഇൻ ദ റൂം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു ഹാപ്പി ബർത്ത്ഡേ ജാബിറിന് വിഷ് ചെയ്യണം തോന്നുന്നു എനിക്ക്. ഓക്കെ. ജാബിർ ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് പേര് കാണാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ജാബിർ. Happy birthday. Thank you everyone. Happy birthday. Thank you. Hello. അല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ബർത്ത്ഡേ ഒരു ഇവന്റിന് JCI സോൺ ഇവന്റിന് വരിക എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് ജാബിർ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സാർ, വളരെ വണ്ടർഫുൾ ആയ സെഷൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. ഇന്നലെ ആരാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ JCI ഓദർ എന്നുള്ള ഒരു പേര് കണ്ടപ്പോ അങ്ങനെ കയറി നോക്കിയതാണ്. പക്ഷെ എന്താ പറയാ, ഒരു ബർത്ത്ഡേക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഇന്ന് ഇതുപോലുള്ള ഒരു ക്ലാസ് കിട്ടിയത്. വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. ചെയർമാൻ, പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു 30 seconds മോർ. ജാബിർ പറഞ്ഞൊരു പോയിന്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്റ്റാഫിന്റെ ബർത്ത്ഡേസ് ഓർക്കാറുണ്ട്, പക്ഷെ സ്റ്റാഫിന്റെ ഫാമിലിയുടെ ബർത്ത്ഡേ ഓർക്കാറുണ്ട്. അവരുടെ വൈഫിന്റെയോ അവരുടെ കുട്ടികളുടെയോ ബർത്ത്ഡേക്ക് ഒരു ബൊക്കെയോ ഒരു ചോക്ലേറ്റോ ഒരു കേക്കോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കുക. ഐ ജസ്റ്റ് വോണ്ട് ടു ലീവ് യു വിത്ത് ദാറ്റ് പോയിന്റ്. കാരണം അവരും കൂടെ ഈ ടീമിന്റെ പാർട്ടാണ്. ആ പയ്യൻ രാവിലെ 8 മണിക്ക് നിങ്ങളുടെ ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ആരോ അവിടെ പാരച്യൂട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അവരെയും കൂടെ നമുക്ക് താങ്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഓവർ ടു യു ചെയർമാൻ. താങ്ക് യു സോ മച്ച്. I request to zone trainer Ramya Prakash to propose vote of thanks. Good morning, everybody. ഇന്നത്തെ 7 AM മോർണിംഗ് ഡ്രൈവിൽ നിന്നും ലഭിച്ച ഊർജം മാത്രം മതി ഇത് അറ്റൻഡ് ചെയ്ത ഓരോരുത്തരുടെയും ഇന്നത്തെ ദിവസവും ഏറ്റവും ഊർജ്ജസ്വലവും മനോഹരവുമാക്കാൻ എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ചെയർമാൻ JFM സുഭാഷ് നായറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ സാധിക്കുന്ന ടീം വർക്കിന്റെ 4 T's നമുക്ക് മുന്നിൽ ഏറ്റവും നന്നായി അവതരിപ്പിച്ച് നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച
JCI India National Trainer and Author JC Manoj സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി സോൺ ഡയറക്ടർ ട്രെയിനിങ് JFM ഡോക്ടർ ഹിഷാം ഹൈദർ സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. At last but not the least, let me thank all the participants for taking time off your busy schedule for attending this session. Once again, thank you one and all. Thank you. Thank you so much. Thank you so much. Thank you, Remma madam. Thank you. Wonderful vote of thanks speech. The 7 a.m. morning drive online program is hereby adjourned, and have a good day to all. Okay, thank you. Thank you. Thank you. Thank you. Thank you for Thank you such so a much. wonderful session. Thank you.